ഹായ് ഫ്രണ്ട്സ്, ഇതെന്താണെന്നറിയാവോ? ഇന്നലെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നപ്പോഴത്തേനും നിങ്ങളെ ഇതൊന്ന് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേർക്കെങ്കിലും ഇത് അറിയായിരിക്കും എന്താണെന്ന്. നാട്ടിൻപുറത്ത്, അതായത് ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്കും പിന്നെ അത്യാവശ്യം പറമ്പൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് അറിയായിരിക്കും. ഇതിൻ്റെ പേര് ഇവിടെ ഇടുക്കിയിൽ അറിയപ്പെടുന്നത് മുറികൂടി എന്നാണ്. നമ്മുടെ നാട്ടിൽ എന്താണെന്ന് പേര് മറ്റു ജില്ലകളിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇതിനെ പറയുന്നത് മുറികൂടി എന്നാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാവോ? നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഓടി വീഴുമ്പോഴത്തേനും മുറിഞ്ഞിട്ടൊക്കെ വരികയില്ലേ, പെട്ടെന്നുണ്ടാകുന്ന മുറിവുകൾ, അതിനാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടില പറിച്ചിട്ട് ഇതിൻ്റെ നീരെടുത്തിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞോളും. അതായത് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ മുറികൂടി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ ഇത് വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും പറമ്പിൽ കൂടെയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇത് ഭയങ്കര ഔഷധമാണ്. ഞാനിതൊരു വീട്ടിൽ കുത്തിവയ്ക്കാൻ പോയപ്പോൾ, പശുവിനെ കുത്തിവയ്ക്കാൻ പോയപ്പോൾ അവരെ വീട്ടിൽ ഭയങ്കരമായിട്ട് അവർ കാത്ത് പരിപാലിച്ച് സൂക്ഷിച്ച് ചെടിച്ചട്ടിയിലിരിക്കുന്നു. അതിൻ്റെ ചെറിയൊരു കമ്പ് തന്നതാണ്. ഇത് തന്നിട്ട് അത്യാവശ്യം ഒരു 2-3 മാസമായി ഇത്രേ വന്നിട്ടുള്ളൂ. ഇതിൽ ഇലകളൊക്കെ ഉണ്ടാകുന്നത് വളരെ പതിയെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഔഷധം ആയതുകൊണ്ടായിരിക്കണം നമ്മളതിനെ കാത്ത് സൂക്ഷിച്ച് നല്ല വൃത്തിയോടും വെടുപ്പോടും കൂടി നമ്മൾ വീട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ വീണ് കഴിഞ്ഞിട്ട് ഓടി വരുമ്പോഴത്തേനും പെട്ടെന്ന് ഓയിൻമെൻ്റൊക്കെ കിട്ടുന്നതിന് മുന്നേ, ഓയിൻമെൻ്റൊക്കെ ഇടുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിട്ട് കൊടുത്ത്, പച്ചമരുന്നുകളാണ് എപ്പോഴും ഔഷധം എന്ന് പറയുന്നത്. നമുക്ക് ഔഷധ സസ്യങ്ങൾ നമ്മൾ എപ്പോഴും വീട്ടിൽ സൂക്ഷിക്കണം. കറ്റാർവാഴ, കറിവേപ്പില, പച്ചമഞ്ഞൾ, തുളസി, ഇതൊക്കെ നമ്മൾ വീട്ടിൽ അത്യാവശ്യം നമ്മുടെ ഫ്ലാറ്റിലാണെന്നുണ്ടെങ്കിലും ഞാനിതൊക്കെ അത്യാവശ്യം എൻ്റെ വീട്ടിലെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് 2 കുഞ്ഞു മക്കളാണുള്ളത്, അറിയാമല്ലോ, ഇഹാനും സയാനും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിതിട്ടേക്കുന്നത്. അവരെപ്പോഴും ഓടി വീഴ്ചയൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ചെടി. നിങ്ങൾക്കിത് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് കമൻ്റ് ഇടുക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനറിയപ്പെടുന്നതെന്നുണ്ടെങ്കിലും ഇതിന് കമൻ്റ് ഇടണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ.